നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാൽക്കലെത്തി. പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. മണിക്കൂറുകൾക്കും തന്നെ പ്രഖ്യാപനം ഉണ്ടാകാം എന്നൊക്കെയാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാ ചുവരുകളും അതുപോലെ ചുവരെടുത്ത് കടന്നു, പോസ്റ്ററുകൾ വന്നു, ബോർഡുകൾ വന്നു, സ്ഥാനാർത്ഥികൾ പര്യടനം തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും സാധാരണ നോമിനേഷൻ കൊടുത്തിട്ട് കാണുന്ന ചില കാഴ്ചകളാണ്. അതിനു മുമ്പ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അവർ ഇറങ്ങുമായിരിക്കും, ഒന്ന് ചെറുതായിട്ടൊന്നും എല്ലായിടത്തും പോയി പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി പോകുമായിരിക്കും. പക്ഷെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് വയനാട് നിയോജക മണ്ഡലമാണ്. വയനാട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധ. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നത് കേരളത്തിൽ കോൺഗ്രസിന് വിജയസാധ്യത കൂട്ടുന്നു, ആക്കം കൂട്ടുന്നു എന്നത് പരമാർത്ഥമാണ്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിലെ CPI-യും CPM ഒക്കെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരരുത്, കേരളത്തിൽ മത്സരിക്കരുത്, നമ്മൾ ഇന്ത്യ മുന്നണിയല്ലേ, അപ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും മത്സരിക്കുന്നത് ശരിയാണോ, അതുകൊണ്ട് വരരുതെന്നൊക്കെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചാൽ അത് കോൺഗ്രസിന് ആക്കം കൂട്ടും, വിജയത്തിൻ്റെ ആക്കം കൂട്ടുമെന്ന ആ ഒരു ഫോർമുല അറിയാം. ആ സന്ദേശം കൃത്യമായിട്ട് അവർക്കറിയാവുന്നതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ വയനാട് മറ്റൊരു കാര്യത്തിൽ കൂടി ശ്രദ്ധ വരികയാണ്. ഒരു പ്രത്യേക ട്വിസ്റ്റാണ് ഇപ്പോൾ വയനാട്ടിലെ രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. വയനാട്ടിൽ ഒരു NDAയുടെ ഒരു ഘടകകക്ഷി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ NDA ഘടകകക്ഷിയായ തുഷാർ വെള്ളപ്പള്ളിയുടെ പാർട്ടിക്കാണ് ആ സീറ്റ് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ അവരാണ് മത്സരിച്ചത്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കാൻ തുഷാറിന് താല്പര്യമില്ല എന്നതുകൊണ്ട് അവിടെ ആ സീറ്റ് അങ്ങനെ കിടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് NDAയുടെ ഘടകകക്ഷി, ദേശീയ തലത്തിൽ NDAയുടെ ഘടകകക്ഷിയായ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഈ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ RPI എന്ന് പറഞ്ഞ ഈ പാർട്ടി കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ടാണ് അത് രൂപീകരിക്കുകയും എല്ലാ ജില്ലകളിലും അതിൻ്റെ സംഘടനാ സമിതികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PR സോംദേവ് ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നുസ്രത് ജഹാൻ RPIയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്, കോഴിക്കോട്ടുകാരിയാണ്, സജീവമായ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളാണ്, ദേശീയ തലത്തിൽ നിന്ന് RPIക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. ആ നുസ്രത് ജഹാനെയാണ്, കോഴിക്കോട്ടുകാരിയെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ BJPയുടെ അഭിപ്രായം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ നുസ്രത് ജഹാൻ തന്നെ ആയിരിക്കുമോ വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള BJPയുടെ മുന്നണിയുടെ NDAയുടെ സ്ഥാനാർത്ഥി എന്ന് നിശ്ചയമില്ല. എന്നാൽ ഇത് ഏകപക്ഷീയമായിട്ടാണ് RPI സ്ഥാനാർത്ഥിയെ നിർണയിച്ചതെങ്കിൽ പ്രധാനമായിട്ടും ദേശീയ തലത്തിൽ RPIക്ക് മന്ത്രിയും ഒക്കെ ഉള്ള MP ഒക്കെ ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, BJPയുടെ ഒരു നല്ല ഘടകകക്ഷി എന്നുള്ള നിലയിൽ, വിശ്വസ്തമായ ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുരളി മനോഹർ ജോഷിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില നേതാക്കൾ അവരുടെ എല്ലാം ആശീർവാദത്തോടെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് ഈ നുസ്രത് ജഹാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുകൂടി ഇവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വയനാട്ടിൽ നുസ്രത് ജഹാൻ തന്നെ സ്ഥാനാർത്ഥിയാകുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സോംദേവ് പറയുന്നത് അവിടെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ നുസ്രത് ജഹാന് കഴിയും എന്നാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സമിതി ഉണ്ടാക്കുകയും 501 പേരുടെ ഒരു കർമ്മസമിതിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സോംദേവ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും കേരളത്തിലൊരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഒരു പുതിയ ഒരു നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു പാർട്ടിയും കൂടി സജീവമായി വന്നിരിക്കുന്നു. അതും വയനാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ തന്നെ RPI സ്ഥാനാർത്ഥിയെ നിർണയിച്ചിരിക്കുന്നു. NDA ഈ സ്ഥാനാർത്ഥിയെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയോ ഇല്ലയോ നമുക്ക് കാത്തിരിക്കാം.